ട്വിസ്റ്റ് എന്താ അറിയോ? അച്ഛൻ 28 കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് സിനിമ കാണാൻ വരുന്നത്. കല്ലിലുള്ള അലക്കല്. വാഷിംഗ് മെഷീൻ ഇല്ലാത്തോണ്ടൊന്നും കേട്ടോ, അവിടെ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടോ? ഒരു ആഗ്രഹം കല്ലിലാണ്. ഹലോ ഗൈസ്, അപ്പോ ഞങ്ങൾ ഇന്ന് പോകുന്നത് നാട്ടിലേക്കാണ്. കുറെ നാളായി നാട്ടിലേക്ക് പോയിട്ട്, അപ്പൊ അവിടെ പോയിട്ട് എല്ലാവരെയൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. അപ്പോ ഡ്രൈവർ ഇവിടെ ഭയങ്കര ഡ്രൈവിംഗിലാണ്. അപ്പം ഞങ്ങളിന്ന് യാത്ര ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എടപ്പള്ളിയിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന ചെറിയ ഗ്യാപ്പിൽ കിയ നേരെ പോയിട്ട് അച്ഛൻ്റെ കൂടെ ഇരുന്ന് സ്റ്റിയറിംഗ് വീല് തിരിക്കുന്നതാണ് കേട്ടോ. കാണുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇരിക്കാൻ. വണ്ടി ഓടിച്ചിട്ടുണ്ട്, പെറ്റി കൊടുക്കേണ്ട വരും കേട്ടോ കേട്ടോ. അപ്പോൾ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഉച്ച സമയമായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ കയറി. അത് കഴിഞ്ഞ് കുറച്ച് പോകുമ്പോൾ ഈ ഒരു CM ചിപ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. ഇവിടെ ഒരുപാട് ചിപ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഇതിന് മുൻപ് ഇവിടെ കയറിയിട്ടുണ്ട്. വെളുപ്പിനൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് ഇവർ വെളുപ്പിന് ഓപ്പണിംഗ് ആണ്. 3:30 സമയത്തൊക്കെ നമ്മൾ ഇവിടെ കയറി ചിപ്സ് വാങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇവിടെ നമുക്ക് വാങ്ങിയാൽ മതി. അങ്ങനെ ഒരു നല്ല കാര്യം കൂടി ഉണ്ട് ഇവിടെ. പിന്നെ ചിപ്സ് മാത്രമല്ല, ഹൽവ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ അതാ ഈവനിങ് ആയപ്പോൾ ഇവരെല്ലാവരും ചായ കുടിക്കാൻ ഇറങ്ങി. ഞാൻ നല്ല ടയേർഡായിരുന്നു, ചെറിയ വോമിറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. നമ്മൾ ഒരുപാട് വൈകിയാണ് നാട്ടിലെത്തിയത്. ഒരു 11:30-12 മണി ആയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ തന്നെയാണ് കിടന്നത്. വെളുപ്പിന് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിയ അങ്ങനെ നാട് കണ്ട് ഓടി നടക്കാണ് കേട്ടോ. അവൾ അറിവ് വെച്ച ശേഷം ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ പറമ്പിലുള്ള റബ്ബർ കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ റബ്ബറിൻ്റെ കൃഷിയാണ് നമ്മുടെ പറമ്പിലുള്ളത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് തേക്ക് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ വരുന്നത് മുത്തശ്ശിയാണ്, അതായത് ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, കിയനെ വിളിക്കുന്നുണ്ടായിരുന്നു. അവൾ പോകും, അതായത് എല്ലാവരോടും കമ്പനിയാണ്, സംസാരിക്കും, ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാൻ ശ്രമിക്കും. പക്ഷെ എടുക്കാനായിട്ട് വിളിച്ചാൽ പോവില്ല കേട്ടോ. ഞങ്ങളിവിടെ ടൗണിൽ നിന്ന് നാട്ടിലേക്ക് നാട്ടുമ്പുറത്ത് വന്ന് ഇങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്, ശുദ്ധമായി ശ്വസിച്ചോണ്ടിരിക്കുകയാണ്. കല്ലിലുള്ള അലക്കല്. നമ്മളെ വാഷിംഗ് മെഷീൻ ഇല്ലാത്തോണ്ടൊന്നും കേട്ടോ, അവിടെ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടോ? ഒരു ആഗ്രഹം കല്ലിലാണ്. അപ്പം അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞതേ നേരെ നമ്മുടെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ആ ചേട്ടൻ റബ്ബർ ഷീറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് അങ്ങനെ നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് ശ്മശാനം കാണാൻ പോകാമെന്ന് പറഞ്ഞേ. മൊത്തം കാടാ, അത് മൊത്തം നമ്മുടെ താട്ടോ. ഈ കാണുന്നത് മൊത്തം നമ്മുടെ തന്നെയാണ് എല്ലാം. കണ്ടോ, റബ്ബറാണ്. അച്ഛനാണ് റിച്ച്, ഞാൻ പാവപ്പെട്ടവനാണ്. അപ്പം നമ്മൾ നേരെ ശ്മശാനത്തിലേക്ക് പോവുകയാണ്. ശ്മശാനത്തിലല്ല കേട്ടോ, നമ്മുടെ റബ്ബർ തന്നെയാണ്. മുകളിലേക്കും കുറേ റബ്ബർ കാര്യങ്ങളുണ്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു ശ്മശാനം ഉണ്ട്, അതിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ കിയ ചെറുതായിട്ടൊരു അലമ്പിട്ടായിരുന്നു കേട്ടോ. അവൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്, നടക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാണ് മലയുടെ ആ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫുള്ള് റബ്ബർ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോയി. കിയ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു, കുറേ നേരം ഓടിക്കളിച്ചല്ലോ. അപ്പം നമ്മളങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരം. അപ്പോഴത്തേനും കിയ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കരച്ചിലാണ്, കാരണം പരിചയമില്ലാത്തൊരു സ്ഥലമാണല്ലോ എണീറ്റ് വന്നപ്പോൾ. അതിൻ്റെ ഒരു ചെറിയ വാശിയായിരുന്നു. അത് അപ്പം തന്നെ കരച്ചിലൊക്കെ മാറി. പിന്നെ അവൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നേരെ വന്നിട്ട് അച്ഛൻ്റെ മേളിൽ വന്നിട്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി കുറേ നേരം അങ്ങനെ പുന്നാരം പിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് ആയപ്പോഴത്തേനും നമ്മൾ മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ കാണാൻ പോവാ. ട്വിസ്റ്റ് എന്താ അറിയോ? അച്ഛൻ 28 കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് സിനിമ കാണാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഒപ്പം ഫാദർ-ലോയും മദർ-ലോയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവരോടൊപ്പമാണ് ഫിലിം കാണാനായിട്ട് പോകുന്നത്. നമ്മൾ പോകുന്നത് നിലമ്പൂർ എടക്കരയിൽ തന്നെ പുതിയൊരു മോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ മാജിക് ഫ്രെയിംസിൻ്റെ ഒരു തിയേറ്റർ കൂടി വരുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉണ്ടല്ലോ, പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ ആയിട്ടുള്ള പുള്ളിയുടെയാണ് തിയേറ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. മോള് തുടങ്ങിയ ശേഷം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അവിടെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അരമണിക്കൂർ മുൻപേ എത്തിയതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരിക്കേണ്ടി വന്നു. കിയ അങ്ങനെ ഓടിക്കളിക്കുകയായിരുന്നു. ഇതാണ് തിയേറ്റർ വരുന്നത് കേട്ടോ. ഒരുപാട് വലിയ തിയേറ്ററൊന്നും അല്ല, പക്ഷേ അത്യാവശ്യം നല്ല സീറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തത് പ്രീമിയം സോഫ സീറ്റാണ് ബാക്കിലായിട്ട് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ 4 ആൾക്കും ടിക്കറ്റ് എടുത്തത്. അപ്പോൾ കളങ്കാവലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത സിനിമ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് എടക്കരയിൽ ഇങ്ങനെ ഒരു തിയേറ്റർ വരുന്നത്. അതിനുള്ളൊരു അവസരം എടക്കരക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തത് മാജിക് ഫ്രെയിംസും ലിസ്റ്റിൻ സ്റ്റീഫനുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു തിയേറ്റർ വരുമ്പോൾ നമ്മൾ പോകാണ്ടിരിക്കണം, മോശമല്ല. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ
എവിടെ നല്ലൊരു കാര്യം വന്നാൽ അവിടെ നെഗറ്റീവ് കൊണ്ടുവരാൻ കുറച്ച് ആളുകളുണ്ടാവുമല്ലോ. ഇവിടെ അതുപോലെ തന്നെ കുറേ പയ്യന്മാരുണ്ടായിരുന്നു, ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു കുറച്ച് സമയമൊക്കെ. പറഞ്ഞിട്ട് കാര്യമില്ല, ചിലരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഫിലിമൊക്കെ കണ്ടു, എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ബൈ.